നമസ്കാരം, ആൾട്ട് മീഡിയയിലേക്ക് സ്വാഗതം. കരുണ പറ്റാത്ത കരങ്ങളുടെ സഹായം തേടി 22 വയസ്സുകാരൻ ജിഷ്ണു. വൃക്കകളും തകരാറിലായി രോഗാവസ്ഥയിൽ കഴിയുന്ന ജിഷ്ണുവിനെ വൃക്ക മാറ്റിവെക്കാൻ സഹായം തേടുകയാണ്. കോടികളെ തോൽപ്പിച്ച മലയാളികൾ ജിഷ്ണുവിനെയും ചേർത്ത് പിടിക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ജിഷ്ണുവും കുടുംബവും. വൃക്കകളും തകരാറിലായി രോഗാവസ്ഥയിൽ കഴിയുന്ന ജിഷ്ണുവിനെ വൃക്ക മാറ്റിവെക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കടുത്ത ബാവപ്പടിയിൽ പാമ്പാലത്ത് ഗംഗാധരൻ എന്ന ആണ്ടിയുടെ മകൻ ജിഷ്ണു എന്ന അപ്പുവാണ് വൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്നത്. നിലവിൽ ഡയാലിസ് ചെയ്താണ് ജിഷ്ണുവിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. എൻ്റെ കിഡ്നികളും തകരാറിലായിരിക്കുകയാണ്. അത് മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിനൊരു വലിയ തുക വേണ്ടി വരും. നിങ്ങളെല്ലാവരും സഹായിക്കണം, പ്രാർത്ഥിക്കണം. എൻ്റെ മോനും വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും സഹായിച്ചു തരണം. എത്ര പെട്ടെന്ന് മാറ്റി വെച്ച് നല്ലിട്ടുണ്ട് ഇതായി വന്നിട്ടുണ്ട് കുട്ടിക്ക്. നമസ്കാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആദവനാട് പഞ്ചായത്ത് 22-ാം വാർഡ് സെക്രട്ടറി പുത്തനത്താണി. നേരത്തെ ഇവിടെ ജിഷ്ണുവിൻ്റെ സഹായ അഭ്യർത്ഥനയുമായി ആയിട്ടാണ് ഇവിടെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കൂടിയിട്ടുള്ളത്. തിരുനാവായ ആദവനാട് പഞ്ചായത്തിലെ മെമ്പർമാരാണ്. നമുക്കറിയാം, ആ കുട്ടിയുടെ സഹായത്തിലേക്ക് നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന് വളരെ ആ കിഡ്നി മാറ്റിവെച്ച് വീണ്ടും നല്ല അവസ്ഥയിൽ തിരിച്ചു വരുന്നതിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദവനാട് പഞ്ചായത്ത് 21-ാം വാർഡ് മെമ്പറാണ്. നമ്മൾ ജിഷ്ണു എന്ന സഹോദരൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നേരത്തെ പറയുകയുണ്ടായി. തീർച്ചയായും ആ കുടുംബം വളരെ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസപ്പെട്ട കുടുംബമാണ്. എല്ലാവരും ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതികളും ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് ആ കുടുംബത്തിനെ സഹായിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുക. എല്ലാവരും 30 ലക്ഷത്തിലധികം എമൗണ്ട് തീർച്ചയായും ഇതിന് ആവശ്യമുണ്ട്. നിങ്ങൾ എല്ലാവരും പരമാവധി സഹായിക്കണം അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് ഷംസുദ്ദീൻ, തിരുനാവായ പഞ്ചായത്ത് 1-ാം വാർഡ് മുൻ മെമ്പറാണ്. നമ്മളെല്ലാവരും എഴുന്നേറ്റ് നടക്കുന്ന ആളുകളാണ്. ആ കുട്ടി തളർന്നിരിക്കുകയാണ്. അതിനെ നമ്മളെപ്പോലുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി സഹായം ചെയ്തുകൊണ്ട് ഈ ചികിത്സ പൂർത്തിയാക്കാൻ വേണ്ടി സഹകരിക്കണമെന്ന് വളരെ താഴ്മയോടെ എല്ലാ ആളുകളും അഭ്യർത്ഥിക്കണം. അസറായപ്പള്ളി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് മെമ്പറാണ്. കുട്ടിയുടെ അച്ഛന് ഒരു കൂലിവേല ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ 1.5 വർഷത്തോളമായി ജോലിക്ക് പോകാൻ വയ്യാതെ അദ്ദേഹം ഒരു അസുഖബാധിതനാണ്. അതുപോലെ അമ്മ ആശാ വർക്കറാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബ പശ്ചാത്തലമാണ് ഉള്ളത്. ചികിത്സയ്ക്ക് വലിയൊരു എമൗണ്ട് വരുന്നൊരു ചികിത്സ ആയതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും പരമാവധി ഇതുമായി സഹകരിക്കണം. എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കണം. ഞാൻ ആദവനാട് പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ മുഞ്ഞക്കൽ മുസ്തഫ. നേരത്തെ സൂചിപ്പിച്ച വിഷ്ണു എന്ന് പറയുന്ന കുട്ടിയുടെ കിഡ്നികളും തകരാറിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി വലിയ ഭീമമായ ഒരു സംഖ്യ ആവശ്യമായി വന്നതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയത്. അപ്പോൾ ഞങ്ങളുടെ ഈ എളിയ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരന്മാരും തന്നാൽ കഴിയുന്ന 1 രൂപയാണെങ്കിൽ 1 രൂപ ഈ താഴെ കൊടുക്കുന്ന അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ഈ സഹായ പദ്ധതി ഒരു വലിയ വിജയമാക്കി ഈ സഹോദരൻ്റെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ എല്ലാവിധ സഹകരണങ്ങളും നിങ്ങളിൽ നിന്നുണ്ടാവണമെന്ന് വളരെ വിനീതമായി അറിയിക്കുന്നു. ജിഷ്ണുവിൻ്റെ ചികിത്സാ സഹായത്തിന് നാട്ടുകാർ ചേർന്ന് സഹായ സമിതിക്ക് രൂപം നൽകി. വാർഡ് മെമ്പർ ഫൈസൽ ആയപ്പള്ളി ചെയർമാൻ, റഷീദ് കക്കാട്ട് കൺവീനർ, ലുക്മാൻ ട്രഷറർ, റഹ്മാൻ കക്കാട്ട് കോർഡിനേറ്റർ എന്നിവരാണ് സഹായ സമിതിയുടെ ഭാരവാഹികൾ. ന്യൂസ് ഡെസ്ക്, ആൾട്ട് മീഡിയ.